نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله بسم الله الرحمن الرحيم فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون സത്യ വിശ്വാസികളും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ശിക്ഷാവും നിയന്താവും പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നതോടൊപ്പം പ്രവാചക ചര്യകൾ അത് ഉൾക്കൊള്ളുന്ന ഗൗരവത്തോട് ജീവിതത്തിന്റെ സർവ മേഖലകളിലും പ്രാവർത്തികമാക്കി ജീവിക്കുവാനും പരിശ്രമിക്കണമേ എന്നുകൂടിയും സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് ഗൗരവപൂർവം. അല്ലാഹു അതിന് നമ്മെ ഏവരെയും തുണയ്ക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഏറ്റവും വലിയ
ആഗ്രഹങ്ങളിൽ ഒന്നാണ് നല്ല ഒരു വീടുണ്ടാക്കുക എന്നുള്ളത്. നല്ല ഒരു പാർപ്പിടം ആഗ്രഹിക്കാത്ത ആരും തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനുവേണ്ടി നമ്മുടെ സമ്പാദ്യത്തിന്റെ ഏതാണ്ട് 70% മനുഷ്യർ വിനിയോഗിക്കുന്നതും വീടുകൾക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇസ്ലാം നല്ല ഒരു വീടുണ്ടാകുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം തന്നെയാണ്. വീട് നിർമ്മാണത്തിലെ അനാചാരങ്ങൾ, അതിൽ കാണിക്കുന്ന പൊങ്ങച്ചങ്ങള്, ആഡംബരങ്ങള്, ധൂർത്തുകള്, ഇതിനെയൊക്കെയാണ് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും താക്കീത് നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. മനുഷ്യന്റെ ഈ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, വീടുണ്ടാകുക എന്ന ആഗ്രഹം മനുഷ്യര് പറയുന്നത്, ഇസ്ലാം വീടിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സമാധാനത്തിന്റെ ഗേഹമായിട്ടാണ് ഒരു ഭവനത്തെ, നമ്മുടെ വീടുകളെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിന്റെ 80-ാമത്തെ വചനത്തില് അള്ളാഹു അതിനെ സംബന്ധിച്ച് നമുക്ക് ഓതിത്തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നു. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അള്ളാഹു നിങ്ങളുടെ വീടുകളെ അള്ളാഹു ഒരു പാർപ്പിടമാക്കിയിരിക്കുന്നു, സക്കനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശാന്തി ഉള്ള ഒരു ഭവനമാക്കി വീടുകളെ അള്ളാഹു മാറ്റിയിരിക്കുന്നു എന്ന്. വീടുകളിലേക്ക് കയറി വരുമ്പോഴായിരിക്കണം നമുക്ക് സമാധാനം ലഭിക്കേണ്ടുന്നത്, ശാന്തി ലഭിക്കേണ്ടത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ലഭിച്ചിട്ട് ആദ്യത്തെ വഹി, ഹിറാ ഗുഹയിൽ നിന്നുള്ള വഹി ലഭിച്ചിട്ട് അള്ളാന്റെ റസൂല് ഓടി വരുന്നത് വീട്ടിലേക്കാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ് പ്രവാചകൻ ഓടി വന്നത്. പ്രവാചകൻ അറിയാം, വീട്ടിലേക്ക് വന്നാൽ അവിടെയാണ് സമാധാനമുള്ളത്, ശാന്തി ലഭിക്കുന്നത് എന്ന് അറിയാവുന്ന പ്രവാചകൻ വീട്ടിലേക്ക് വന്നു എന്ന്. അപ്പൊ മനപ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിക്ക് ശാന്തി ലഭിക്കുന്ന, ശാന്തത ലഭിക്കുന്ന ഒരിടമായിട്ട് വീടുകൾ മാറേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ വീടുകൾ. വീട്ടിൽ നിന്ന് സമാധാനം ലഭിക്കാത്ത ഒരു വനിതയുണ്ടായിരുന്നു. വീട്ടിൽ മർദ്ദനങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്ന
ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി വിശ്വാസിയായതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങള് ദുരിതങ്ങള് അനുഭവിക്കേണ്ടി വന്നു ഈ മഹദിക്ക്. അങ്ങനെ ഇവര് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വീട്ടിൽ സമാധാനം ലഭിക്കാത്തതിന്, വീട്ടിൽ അനുഭവിച്ച പ്രയാസങ്ങളെ മുൻനിർത്തി ഇവർ അല്ലാഹുവിനോട് 2-3 കാര്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദിച്ച കൂട്ടത്തില് ഒന്നാമതായി ചോദിച്ചത് എന്താണ്? വളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യയിൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉദാഹരണമുണ്ട് എന്ന്. എന്താണ് ഉദാഹരണം? ഇത് ഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അവർ അല്ലാഹുവിനോട് ചോദിച്ച സന്ദർഭം എന്താ? ചോദിച്ചത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിഞ്ഞു തരണം. അല്ലേ, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരണം. എന്തിനാണ്? സ്വന്തം ദുനിയാവിലെ വീട്ടില് യാതൊരു സമാധാനവും ലഭിക്കാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോ സ്വർഗീയമായ വീട് ആഗ്രഹിച്ചത് എന്തിനാ? അവിടെയാണ് സമാധാനം ലഭിക്കുക എന്ന് ഈ മഹതിയായ ആസിയ ബീവിക്ക് അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ സൗഭാഗ്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ഗ്രഹം എന്നുള്ളത്, ഭവനം എന്നുള്ളത് അത് സൗഭാഗ്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അർബഉം മിനസ് സആദ. 4 കാര്യങ്ങള് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സൗഭാഗ്യം 4 കാര്യങ്ങളിലാണ് ഉള്ളത് എന്ന്. എന്നിട്ട് റസൂലുള്ള പറയുകയാണെന്ത്? അൽ മർഅതു സ്വാലിഹ. സ്വാലിഹായ ഒരു ഭാര്യയെ ലഭിച്ചാൽ അത് നിങ്ങളുടെ സൗഭാഗ്യമാണ്. അത് നിങ്ങളുടെ സൗഭാഗ്യമാണ്. കാരണം എന്താണ്? നല്ല ഒരു ഭാര്യയുണ്ടാകുമ്പോ മതപരമായ ചിട്ടയോടുകൂടി ജീവിക്കാൻ അതിന് സാധിക്കും. സുബൈക്ക് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ പള്ളിയിലേക്ക് പറഞ്ഞു വിടാൻ ഉതകുന്നത് കൂടെ കിടക്കുന്ന സ്വാലിഹത്തായ ഒരു ഭാര്യയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദീനിന്റെ ചിട്ടവട്ടങ്ങളിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുമ്പോ തിരിച്ചു കൊണ്ടുവരാൻ സ്വാലിഹായ ഒരു ഭാര്യയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് സൗഭാഗ്യമാണ് നിങ്ങളുടെ, അല്ലെ, സ്വാലിഹത്തായ ഭാര്യ. രണ്ടാമത് റസൂലുള്ള പറയുന്നു വൽ മസ്കനുൽ വാസിഅ. വിശാലമായ ഒരു ഭവനമുണ്ടാകുക. അത് നല്ല വിശാലതയുള്ള ഒരു ഭവനം ഉണ്ടാകുക. അത് വലിപ്പം തന്നെയാണ് റസൂലുള്ളാഹി ഇവിടെ ഉദ്ദേശിച്ചത്. എന്താണ്? വീട് വിശാലമായിരിക്കുക. അത് ഇസ്ലാം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നുണ്ട്. ഇസ്ലാം എതിർക്കുന്നത് ആഡംബരവും ധൂർത്തും പൊങ്ങച്ചവും വീടിന്റെ കാര്യത്തിൽ കാണിക്കുന്നതാണെന്ത് ഇസ്ലാം എതിർത്തിട്ടുള്ളത്. അപ്പൊ നല്ല ഒരു വീടുണ്ടാകുക എന്നുള്ളത് നമ്മുടെ സൗഭാഗ്യമാണെന്ന പ്രവാചകൻ പറയുന്നത്. വൽ ജാറു സ്വാലിഹ്. അതേപോലെ നല്ല ഒരു അയൽപക്കക്കാരനെ കിട്ടുക, നമുക്ക് ഗുണകരമായിട്ട് തീരുന്ന, നമ്മുടെ പ്രയാസങ്ങളില് നമ്മളെ സഹായിക്കുന്ന ഒരു അയൽവാസി. നമ്മൾ നാട് വിട്ടു പോകുമ്പോ, വീടൊക്കെ വിറ്റു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോകല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ച് അദ്ദേഹത്തിന്റെ അയലത്ത് തന്നെ പാർപ്പിക്കുന്ന ഒരു അയൽക്കാരൻ,
സ്വാലിഹായ ഒരു അയൽക്കാരൻ ഉണ്ടാകുന്നത് എന്താണ്? നിങ്ങളുടെ സൗഭാഗ്യമാണ്. അതേപോലെ എന്താണ്? ഒരു വാഹനം എന്ത് ചെയ്യുക? മർക്കബുൽ ഹനീഉ, ഒരു വാഹനം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ധന്യമായ നല്ല ഒരു വാഹനം ഉണ്ടാകുക എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സൗഭാഗ്യമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു 4 കാര്യങ്ങൾ എന്താണ്? നിങ്ങളുടെ ദുർഭാഗ്യവുമാണ്. 4 കാര്യം നിങ്ങൾക്ക് സൗഭാഗ്യമാണ് എങ്കിൽ 4 കാര്യങ്ങൾ എന്താണ്? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അശ്ശഖാവ, അത് നിങ്ങൾക്ക് ദൗർഭാഗ്യകരവുമാണ് എന്ന്. ഏതൊക്കെയാ 4 കാര്യങ്ങള്? ഒന്നാമത്തേത് അൽ ജാറുസ്സൂഉ, മോശപ്പെട്ട ഒരു അയൽക്കാരനെ ലഭിക്കുക, ചീത്തയായ ഒരു അയൽക്കാരനെ ലഭിക്കുക, അത് നിങ്ങളുടെ ദുർഭാഗ്യമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത് വൽ മർഅതു സൂഉ, മോശപ്പെട്ട ഒരു ഭാര്യയെ ലഭിക്കുക. അല്ലെ, ദീനില്ലാത്ത സ്വാലിഹത്തല്ലാത്ത ഒരു ഭാര്യയെ ലഭിച്ചാൽ നിങ്ങളുടെ ദൗർഭാഗ്യകമാണ് എന്ന് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. വൽ മസ്കനുൽ ലയ്യിൻ, ഇടുങ്ങിയ ഒരു വീടുണ്ടാകുക എന്നുള്ളതും എന്താണ്? ഇടുങ്ങിയ പാർപ്പിടമുണ്ടാകുക എന്നുള്ളതും നിങ്ങളുടെ ദുർഭാഗ്യമാണ്. അതോടൊപ്പം പ്രവാചകൻ പറയുന്നത് അവസാനത്തെ വൽ മർകബു സൂഅ്, മോശമായ വാഹനം, ഇതൊക്കെ നിങ്ങളുടെ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുന്നു. അപ്പം വീടുണ്ടാകുക, താമസ സ്ഥലം ഉണ്ടാകുക, അത് മോടി പിടിപ്പിക്കുക എന്നതൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷെ അവിടെ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, ഭാര്യ, ഭർത്താവ്, മക്കള്, പിതാവ്, മാതാവ്, അങ്ങനെയുള്ള താമസക്കാരായ ആളുകൾക്ക് ഈ വീടൊരു സമാധാനത്തിന്റെ കേന്ദ്രമായി മാറുന്നില്ല എങ്കിൽ നമ്മൾ പഠിക്കണം എന്തായാലും കാരണം. കാരണം അള്ളാന്റെ റസൂല് പറയുന്നു, വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്ത്? വീട് അനുഗ്രഹമാണ്, വീട് സൗഭാഗ്യമാണ്, അത് സമാധാനത്തിന്റെ ഗേഹമാണ് എന്ന് എന്ത് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പല ആളുകൾക്കും വീട്, വിശാലമായ വീട് ഇടുങ്ങിയതായിട്ട് തോന്നുന്നു. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, മാനസികമായ സംഘർഷങ്ങളും വിഷമങ്ങളും അനുഭവപ്പെടുമ്പോ ഓടി വരേണ്ടുന്ന ഗേഹത്തിൽ നിന്നും ഓടി ഒളിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പഠിക്കണം, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്തേ എന്ന് വിലയിരുത്തിയിട്ട് ആ പ്രശ്നത്തെ പരിഹരിച്ച് വീട് സൗഭാഗ്യമുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന നമ്മുടെ ധർമ്മവും കർത്തവ്യവും. അതിനെന്ത് വേണം? നമ്മളൊന്ന് പഠിക്കണം. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളും എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ വിശദീകരിക്കണം, പഠിക്കണം, അറിയണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാന്റെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്ത്? വീടാ സമാധാനമുള്ള ഗേഹമാകണം എങ്കിൽ, അങ്ങനെയുള്ള സമാധാനം തരുന്ന അന്തരീക്ഷം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾ ഒരു യാത്രയാ ചെയ്യുക. നിങ്ങളൊരു യാത്രയിലാണ്. ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങും. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ, അല്ലെ, ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടെയായിരുന്നാലും നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങണമെന്ന്. കാരണം എന്താണ്? വീട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത്? സമാധാനം കൊടുക്കുമെന്ന്. സമാധാനം കൊടുക്കും. നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾക്ക് വീട്ടിൽ നിൽക്കുമ്പോഴാണോ സമാധാനം, അങ്ങാടി നിൽക്കുമ്പോഴാണോ? അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പല ആളുകൾക്കും അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ, ടൗണിലേക്ക് ഇറങ്ങുമ്പോ സമാധാനം ലഭിക്കുന്നുണ്ട് എങ്കിൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തിന്റെയൊക്കെയോ കുറവുകൾ അവരുടെ ജീവിതത്തില്
അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വരണം. കാരണം യാത്ര എന്ന് പറയുന്നത് എന്താണ്? യാത്ര എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകൻ പഠിപ്പിക്കുക, യാത്ര എന്ന് പറയുന്നത് കിത്അത്തും മിനൽ അദാബി, ഒരു പ്രയാസത്തിന്റെ ഒരു കണികയാണെന്ത് ഈ യാത്ര. അതുകൊണ്ട് തന്നെ യംനഉ അഹദകും നൗമഹു വതആമഹു വശറാബഹു, ആ യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാം. ഒരുപാട് കാര്യങ്ങൾ യാത്രയിൽ നഷ്ടപ്പെടും. എന്തൊക്കെയാണത്? നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് യാത്രയിൽ നഷ്ടപ്പെടും. നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് യാത്രയിൽ നഷ്ടപ്പെടും. അതേപോലെ നിങ്ങളുടെ വെള്ളം, നിങ്ങളുടെ പാനീയങ്ങൾ നിങ്ങൾക്ക് പാനം ചെയ്യുന്നത് നിങ്ങൾക്ക് തടസ്സമുണ്ടാകും യാത്രയിൽ. അതുകൊണ്ട് നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്ത് ചെയ്യുക? സഫലമാക്കപ്പെട്ടാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. അല്ലേ? പ്രവാചകന്റെ നിർദ്ദേശമാണ്. പിന്നീട് നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിലേക്ക് വരണം. കാരണം എന്താണ്? അത് സമാധാനത്തിന്റെ ഗേഹമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ വീട്ടിൽ താമസിക്കുന്ന ചില ആളുകളുടെ സമീപനങ്ങളാണ്. വീട്ടിലുള്ള നമ്മുടെയൊക്കെ എന്താണ് കുടുംബങ്ങളിലുള്ള ചില സമീപനങ്ങളാണ്. അവർക്ക് അറിയാതെ പോകുന്ന, അവര് പാലിക്കപ്പെടേണ്ടുന്ന കുറെ കാര്യങ്ങൾ അവര് പാലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഈ സമാധാനത്തിന്റെ ഗേഹമെന്ന് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഈ ഒരു വീട് നമുക്ക് ദുർഘടമായി തീരുന്നത്. അവിടെ മുസ്ലിങ്ങളാണ് നമ്മളൊക്കെ, നമ്മൾ വിശ്വാസികളാണ്. ഒരുപാട് കർത്തവ്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ വീടിനോട്. ഒരുപാട് കടമകളുണ്ട് നമ്മുടെ വീടിനോട്. നമുക്ക് ചെയ്തു തീർക്കേണ്ടുന്ന ഒരുപാട് ബാധ്യതകളുണ്ട്. പാലിക്കപ്പെടേണ്ടുന്ന ഒരുപാട് മര്യാദകളുണ്ട് വീടുമായി ബന്ധപ്പെട്ട്. അതൊക്കെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ മതപരമായി ജീവിക്കുന്നവരാ നമ്മള്. ആ മതപരമായ ചുറ്റുപാടുകളും ചുറ്റവട്ടങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം വീടിനോടും അതിൽ താമസിക്കുന്നവരോടും കാണിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യും? സമാധാനം നഷ്ടപ്പെടും. അവിടെ കുടിയിരിക്കുന്നത് പിശാചായിരിക്കും. റസൂൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, പിശാചിനെ ആട്ടി ഓടിക്കണം വീട്ടിൽ നിന്ന്. അതിന് സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളും പാലിക്കേണ്ടുന്ന മര്യാദകളുമാണ് ഒരുപാട് ഹദീസിലൂടെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. ആ കൂട്ടത്തിലാണെന്ത്? വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം പ്രവേശിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. എത്ര ആളുകൾ ചെയ്യുന്നുണ്ട്? ബിസ്മി ചൊല്ലിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണെന്ത്? വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹി വലജിനാ വബിസ്മില്ലാഹി ഖറജിനാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ. പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഒരു വിശ്വാസി എന്ത് ചെയ്യണം? കടക്കേണ്ടുന്നത്, വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് ബിസ്മി ചൊല്ലിക്കൊണ്ട് കടക്കുക. ആ വീട്ടില് ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുമെന്ന് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതേപോലെ ഭക്ഷണം കഴിക്കും. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ ആരംഭത്തിൽ എന്ത് ചെയ്യുക? ബിസ്മി ചൊല്ലുക എന്നുള്ളതും നമ്മുടെ ഗേഹങ്ങളെ സമാധാന പൂർണ്ണമാക്കുവാൻ ഉതകുന്നതാണ് എന്ന് റസൂൽ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മതത്തിന്റെ ചിട്ടവട്ടങ്ങളിൽ ജീവിക്കുന്നവരാ നമ്മള്. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, അവഗണിച്ചു കളയുന്ന നിരവധി ചര്യകളും പാലിക്കപ്പെടേണ്ടുന്ന മര്യാദകളും പലപ്പോഴും നമ്മൾ പാലിക്കപ്പെടലില്ല. എന്നാൽ റസൂൽ പറയുകയാണെന്ത്? ഇദാ ദഖല അർറജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തുആമിഹി. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു?
ബിസ്മി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലുക. കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയാൽ കാല ശൈത്വാനു, ശൈത്താൻ പറയും. ഞാൻ പറഞ്ഞല്ലോ, ശൈത്താന്മാരെ നമ്മുടെ വീട്ടിൽ നാട്ടി ഓടിച്ചു എങ്കിലല്ലാതെ സമാധാനം ഉണ്ടാവില്ല. അതിനുള്ള ഒന്നാമത്തെ മരുന്നാണ് പ്രവാചകൻ നമുക്ക് ഇട്ടുതരുന്നത്, പഠിപ്പിക്കുന്നത്. ഈ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാലോ പിശാച് ഇങ്ങനെ പറയും. എന്താ പറയുന്നത്? ലാ മബീതലക്കും, നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല കേട്ടോ, അല്ലെ? നിങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റൂല, രാത്രിയിൽ നിങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റൂല എന്ന് പിശാച് പറയും. വലാ ഖശാഅ, നിങ്ങൾക്ക് ഈ വീട്ടിൽ ഭക്ഷണവുമില്ല, നിങ്ങൾക്ക് ഭക്ഷണവുമില്ല, നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാനും പറ്റുകയില്ല, അല്ലെ? ബിസ്മി ചൊല്ലി പ്രവേശിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന വീടുകളിൽ പിശാച് ഉണ്ടാകൂല. എന്നിട്ട് റസൂലുള്ള വീണ്ടും പഠിപ്പിക്കുന്നു, വൈദാ ദഖല, ഇനിയും ഒരു മനുഷ്യൻ പ്രവേശിക്കുകയാണെന്നിട്ടോ, ഫലം യദ്കുരില്ല, അള്ളാഹുവിനെ അദ്ദേഹം പ്രകീർത്തിക്കുന്നില്ല, ബിസ്മി ചൊല്ലുന്നില്ല. ഇന്ദ ദുഖൂലിഹി, പ്രവേശിക്കുന്ന വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ബിസ്മി ചൊല്ലാതെ പ്രവേശിച്ചാൽ ഖാല ശൈത്താൻ, ശൈത്താൻ പറയും. എന്താ പറയുന്നത്? അദ്റക്തുമുൽ മബീത, ഈ രാത്രി നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം കേട്ടോ, ഈ രാത്രിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വീട്ടിൽ താമസിക്കാം. വഇദാ ലം യദ്കുരില്ലാഹി ഇൻദ തആമിഹി, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലാത്ത ഒരു സമീപനം ഉണ്ടാകുമ്പോഴും പിശാച് പറയും. എന്താ പറയുന്നത്? അദ്റക്തുമുൽ മബീത വൽ അശാഅ, നിങ്ങൾക്ക് എന്താണ്? രാത്രി ഭക്ഷണവും ലഭിക്കും, എന്ത്? നിങ്ങൾക്ക് താമസവും ലഭിച്ചിരിക്കുന്നു ഈ വീട്ടിലെന്ന്. നിസ്സാരമല്ല, ഒരു ബിസ്മിയുടെ അല്ല, അല്ലെ? ഒരു ബിസ്മി വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു ബിസ്മിയല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകി ബിസ്മി ചൊല്ലുക എന്നുള്ളത് പ്രവാചകന്റെ ഏറ്റവും വലിയ സുന്നത്തായിട്ട് നമ്മൾ എടുക്കണം. അവഗണിക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്? എത്ര ആളുകൾ ചൊല്ലുന്നുണ്ട്? കുടിക്കുമ്പോഴും തിന്നുമ്പോഴും ബിസ്മി ചൊല്ലുന്ന എത്ര ആളുകളുണ്ട്? വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ എത്ര ആളുകൾ ബിസ്മി ചൊല്ലലുണ്ട്? പിന്നെ സമാധാനമില്ല, സമാധാനം ലഭിക്കുന്നില്ല, ശാന്തിയുടെ ഗേഹമാകുന്നില്ല. വീടെന്ന് ആപരാധിപ്പെട്ടിട്ട് പ്രയോജനമില്ലാവൂല. ബിസ്മി ചൊല്ലുക കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. അതേപോലെ തന്നെ എന്താണ്? വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പറയണം, ലാ ഹൗല വലാ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വിശ്വാസി പറയേണ്ടുന്നതാണ് എന്ത്? ഈ പ്രാർത്ഥന, അല്ലാഹ് ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവനല്ലാതെ ഒരു കഴിവും, അല്ലാഹുവിനല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം എന്ത് അവൻ പുറത്തു പോകേണ്ടുന്നത് എന്ന്. അങ്ങനെ പുറത്തു പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം പിശാച് അവനിൽ നിന്ന് അകന്നു നിൽക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. അവന് സന്മാർഗം ലഭിക്കുകയും അവന്റെ ആവശ്യങ്ങൾ, അവൻ ഏതൊരാവശ്യത്തിനാണോ പോകുന്നത് അതിലവന് സംരക്ഷണം ലഭിക്കുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? വിശദീകരിക്കുന്നുണ്ട്. സമാധാനമുണ്ടാകും. മറ്റൊന്ന്, വീട്ടിലുള്ളവർക്ക് വരുമ്പോ സലാം ചൊല്ലുക എന്ന് സൂചിപ്പിച്ചല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് ഒരു ദിവസം എത്ര പ്രാവശ്യമാ വീട്ടിൽ നിന്നിറങ്ങുന്നത്, എത്ര പ്രാവശ്യമാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുകയും വീട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്. അവിടെയൊക്കെ ഈ ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ എത്ര ആളുകളുണ്ട്, എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് പോകാൻ? വീട് സമാധാനത്തിന്റെ ഗേഹമാകണം, അത് ഐശ്വര്യ സമ്പൂർണമാകണം. അവിടെയുള്ള ആളുകൾ തമ്മില് വളരെ അധികം സ്നേഹത്തിലും
സൗഹാർദ്ദത്തിലും കഴിഞ്ഞുകൂടണം. അതിലിതൊക്കെ നിർവഹിച്ചേ പറ്റൂ. മറ്റൊന്ന്, സലാം ചൊല്ലുക എന്ന്. വീട്ടിലുള്ള ആളുകൾക്ക് സലാം ചൊല്ലിയിട്ട് ഇറങ്ങി വരിക. കയറിപ്പോകുമ്പോഴും സലാം ചൊല്ലുക എന്ന്. കയറിപ്പോകുമ്പോഴും സലാം ചൊല്ലുക എന്ന്. അതിൽ വളരെയധികം പുണ്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 61-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ അത് വ്യക്തമാക്കുന്നു. ഫഇദാ ദഖൽതും ബുയൂതൻ വസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബതൻ. നീ ആരുമില്ല എങ്കിൽ പോലും, ആ വീട്ടിൽ ആൾപ്പാർപ്പില്ല എങ്കിൽ പോലും, അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വേണ്ടി ചൊല്ലണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങളൊരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ഖുർആൻ പറയുന്നു, ഫസല്ലിമു അലാ അൻഫുസികും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സലാം ചൊല്ലുക, നിങ്ങൾക്ക് സലാം ചൊല്ലുക. അല്ലേ? തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബതൻ, അല്ലാഹുവിൽ നിന്നുള്ള പാവനമായ ഒരു അനുഗ്രഹീതമായ ഒരു ഉച്ചാരണം എന്ന നിലയ്ക്ക്, അല്ലാഹുവിങ്കൽ നിന്നുള്ള പരിപാവനമായ വളരെയധികം ഉപാനുഗ്രഹീതമായ ഒരു വാചകം എന്ന നിലയ്ക്ക് നിങ്ങൾ സലാം ചൊല്ലണം എന്ന്. ഒരാളുകൾക്കും സലാം ചൊല്ലുന്നതിനോട് വിരക്തിയാ നമുക്കൊക്കെ. വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യയ്ക്കോട് സലാം ചൊല്ലാൻ നമുക്ക് മടി. മക്കളോട് എങ്ങനെയാണ് സലാം ചൊല്ലുന്നത് എന്ന് നമുക്ക് അപകർഷതാ ബോധം. ഇതൊക്കെയാണ് വീടുകളിൽ നിലനിൽക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ വീട് നമുക്ക് ഭാരമായി തോന്നും. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ അന്തിയുറങ്ങുന്ന വീട് നമുക്ക് വളരെയധികം പ്രയാസകരമായി തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിർവഹിച്ച് മുന്നേറുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ വീടുകൾ നമുക്ക് ഐശ്വര്യ സമ്പൂർണമാണ്. സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുക. അത്തരത്തിൽ നമ്മുടെ വീടുകളെ അനുഗ്രഹപൂർണമാക്കുന്നതിന് ഉള്ള പരിശ്രമം ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം علم الإنسان ما لم يعلم والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الناس أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ രണ്ടാമതും വസിയത്ത് ചെയ്യുന്നു. നല്ല ഒരു ഭവനം സ്വപ്നം കാണുന്ന നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഇസ്ലാം നമുക്ക് ഇട്ടുതരുന്ന കുറച്ച് മാർഗനിർദ്ദേശങ്ങളാണ്. നമുക്ക് നിസ്സാരമായി തോന്നാം, വളരെ നിസ്സാരമായി തോന്നാം. റസൂലുള്ള യാത്ര കഴിഞ്ഞു വന്ന ആദ്യം എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ച് പഠിക്കുന്നുണ്ട് സഹാബിമാർ. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണെന്നറിയോ? ബിസ്സവാഖ്, പ്രവാചകൻ വീട്ടിലേക്ക് വരുമ്പോ ആദ്യം ചെയ്യുന്നത് പല്ല് തേക്കുക എന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുമ്പോ ആളുകൾ വളരെ നിസ്സാരമായിട്ട് വിലയിരുത്തപ്പെടും. പല്ല് തേച്ചിട്ട് വീട്ടിൽ കിടക്കുകയോ വീട്ടിൽ കയറി ഉടനെ പല്ല് തേക്കുകയോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെയൊക്കെ നമുക്ക് ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം മതപരമായി റസൂലുള്ള എന്തൊന്ന് ചെയ്തോ അത് ചെയ്യുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യത. അത് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ടുന്നതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്, ചെയ്തിരുന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്.
നിസ്സാരമായിട്ടൊരു സുന്നത്തിനെയും അവഗണിക്കാൻ നമുക്ക് പാടില്ല. അപ്പൊ എന്ത് ചെയ്യാ, വീട്ടിൽ കയറുമ്പോൾ നമുക്ക് ആ സുന്നത്ത് ലഭിക്കുന്നതിന്, അതോടൊപ്പം നമ്മുടെ വീട് സമാധാനപൂർണമാക്കുന്നതിന് ഇതൊക്കെ നമ്മൾ നിർവഹിക്കുക. മറ്റൊന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് ദിക്റുകൾ വീട്ടുകളിൽ ചൊല്ലുക, അള്ളാഹുവിനെ സ്മരിക്കുക. ഒരുപാട് ദിക്റുകളുണ്ടല്ലോ, ഒരുപാട് ദിക്റുകളുണ്ട്. പക്ഷേ നമുക്ക് അന്ന് ആർക്കും സമയമില്ല. മൊബൈല് ഉപയോഗിച്ചിരിക്കുന്ന ആളുകളായിരുന്നു കൂടുതലും. എപ്പോഴും മൊബൈലിലാണ്, വാട്സപ്പിലും ഇന്റർനെറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് കെണികളിൽ ഇന്ന് മുസ്ലിം സമൂഹം, യുവാക്കള്, അതേപോലെ മറ്റുള്ള ആളുകള്, സഹോദരിമാര് ഒക്കെ പെട്ടുപോയിട്ടുണ്ട്. പണ്ടൊക്കെ ദിക്റുകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. പക്ഷേ അതൊക്കെ ഇന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമീപനം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുക എന്താണെന്നറിയോ? ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടവന്റെയും ജീവിച്ചിരിക്കുന്നവരുടെയും ഉപമ പോലെയാണ് വീട് എന്ന്. എങ്ങനത്തെ? ദിക്റ് ചൊല്ലുന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്നവന്റെ ഉപമ അല്ലെ. ദിക്റ് ചൊല്ലുന്ന വീട് എപ്പോഴും സജീവമായിരിക്കുമെന്ന്. ദിക്റ് ചൊല്ലാത്ത വീടോ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു എന്ത്? അത് മരിച്ച ആളെ പോലെയാണ് എന്ന് അല്ലെ, മരണപ്പെട്ടവന്റെ അവസ്ഥ പോലെയാണ് എന്ന്. കാരണം മൂകമാണല്ലോ. അവിടെ ആ തളം കെട്ടി നിൽക്കുന്നത് ദുഃഖവും പ്രയാസങ്ങളുമായിരിക്കുമല്ലോ അല്ലെ. മരണപ്പെട്ടവനെ പോലെ ആയിരിക്കും എന്ന് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? ദിക്റുകൾ ചൊല്ലുക. ഒരുപാട് ദിക്റുകൾ നമുക്ക് ചൊല്ലാനുണ്ട്. ഒരുപാട് ദിക്റുകൾ പ്രവാചകൻ പഠിപ്പിച്ച നിരവധി ദിക്റുകൾ. ഒന്നിനെയും അവഗണിക്കാൻ പാടില്ല. പിന്നെ ഖുർആൻ പാരായണം, വീടുകളില് ഖുർആൻ പാരായണങ്ങൾ നടക്കണം. പണ്ടൊക്കെ അതുണ്ടായിരുന്നു നമ്മുടെ വീടുകളിലൊക്കെ അല്ലേ. നമ്മുടെയൊക്കെ ഉമ്മമാരും അത്തമ്മമാരും ഒക്കെ മഗ്‌രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും ഒക്കെ ഖുർആൻ എടുത്തു തന്ന് ഓതിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതില്ല. അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിം സമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുക. അതിനനുസരിച്ചുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിലുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, പിശാചിനെ ഓടിക്കുക എന്നതായിരിക്കണം, വീട്ടിൽ കയറാൻ അനുവദിക്കാതിരിക്കുക എന്നതായിരിക്കണം നമ്മൾ വലിയ ജിഹാദായിട്ട് കാണേണ്ട ഒന്ന്. അല്ലാതെ പ്രവാചകൻ പഠിക്കുക എന്ത്? ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്ത്. പിശാച് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഓടിയൊളിക്കും, ഓടിപ്പോകും. എന്ത് കേട്ടാൽ? അല്ലദീ തുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും പിശാചുകൾ ഓടിയൊളിക്കുമെന്ന്. എന്താണ്? ഖുർആൻ പാരായണങ്ങൾ എന്ത് ചെയ്യുക? നിർവഹിക്കപ്പെടുക. ഖുർആൻ പാരായണങ്ങൾ നിർവഹിക്കപ്പെടുക. ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചായിരിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചായിരിക്കുക. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നതാണ്. ഫർദ് നമസ്കാരങ്ങൾ പള്ളിയിൽ, സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു, ഫർദ് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ചായിരിക്കണം നിർവഹിക്കപ്പെടേണ്ടുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അത് പ്രാധാന്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഉത്തമമായിട്ട് നമ്മൾ നിർവഹിക്കപ്പെടേണ്ടുന്നത് എന്ന് സൂചിപ്പിച്ചു. ഇതേപോലെ വീട് ഐശ്വര്യ സമ്പൂർണമാക്കാനുള്ള നിരവധി കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. കൂടുതൽ പഠിക്കുക, അറിയുക. അള്ളാഹു നമ്മുടെയൊക്കെ വീടുകളെ ഐശ്വര്യപൂർണവും സമ്പൂർണവും സമാധാനത്തിന്റെ ഗേഹവുമായിട്ട് അള്ളാഹു മാറ്റുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന്, നമ്മുടെ പള്ളി ഫണ്ടാണ്.
എല്ലാ ഖുതുബയിലും നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ പള്ളിഫണ്ട്, പള്ളിയുടെ നടത്തിപ്പും മറ്റ് കാര്യങ്ങളും ഒക്കെ വെള്ളിയാഴ്ചകളിൽ ലഭിക്കുന്ന ആ ബക്കറ്റ് കളക്ഷനിലൂടെ, പള്ളിഫണ്ടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ കാര്യമായിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബക്കറ്റുകൾ പുറത്തുണ്ട്. അതോടൊപ്പം രോഗികളായ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. സ്വന്തം തന്നെ ഒരുപാട് പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, രോഗം മൂലമൊക്കെ അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും പരസ്പരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ആ മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു മടങ്ങട്ടെ. എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിച്ചു നിർത്തുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവന്റെ ശമനം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആദർശ ബന്ധുക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെമായി ഏറ്റവും അടുത്തവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് മുസ്ലിങ്ങളായതിന്റെ പേരിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും യുദ്ധക്കെടുതികളും അനുഭവിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിന് അള്ളാഹുവിന്റെ കാരുണ്യവും ദയയും അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ വിജയവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു والمسلمين والمسلمات والأحياء منهم والأموات ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.